നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ബാറുടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പിൻവലിച്ച ബാറുടമ അനിമോൻ തന്റെ ഓഡിയോ പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിച്ചത് താൻ ഉദ്ദേശിച്ച അർത്ഥമല്ല പുറത്തു വന്നത്. തന്റെ വാക്കുകൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായെന്ന് മനസ്സിലാക്കുന്നതായും അനിമോൻ. ബാറുടമകളുടെ പണപ്പിരിവ് വിവാദം ആസൂത്രിതം. പണപ്പിരിവ് നടത്താൻ നീക്കമെന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് നേരത്തെ ലഭിച്ചു. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് 2 ആഴ്ച മുൻപ്. കേസിൽ ബാറുടമകളുടെ മൊഴിയും രേഖപ്പെടുത്തി. കേസ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. ലോക കേരള സഭയോടുള്ള നിലപാട് മാറ്റിയ UDF. ലോക കേരള സഭ പൂർണ്ണമായി ബഹിഷ്കരിക്കാനില്ലെന്ന് ലീഗ്. UDFുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് പങ്കെടുക്കാം. നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് MM ഹസൻ. നിലപാട് മാറ്റം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന്. ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിൽ. ഉച്ചവരെ പോളിംഗ് മന്ദഗതിയിൽ. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. ഏകാധിപത്യത്തിനും അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരായ വോട്ടെടുപ്പെന്ന് അരവിന്ദ് കെജ്രിവാൾ. മോദിയുടെ വിദ്വേഷ പരാമർശങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തതെന്തെന്ന് സീതാറാം യെച്ചൂരി. ഹരിയാനയിലെ ജനവിധി ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ്. 10 സീറ്റിലും കോൺഗ്രസ് വിജയിക്കുമെന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ. രോഹ്തക് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹൂഡ. പാചകവാതക വിലവർദ്ധനവും സ്ത്രീ സുരക്ഷയും വിലക്കയറ്റവും ചർച്ച ചെയ്ത് ഹരിയാനയിലെ ഗ്രാമീണ സ്ത്രീകൾ. നരേന്ദ്രമോദിയുടെ നാരീശക്തിയിൽ വിശ്വാസമില്ലെന്ന് പ്രതികരണം. സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 900 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ. പെരിയാറിൽ രാസവസ്തുക്കൾ കലർന്നിരുന്നതായി കുഫോസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം. ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ. ക്യാൻ ചലച്ചിത്രമേളയിൽ പുതുചരിത്രമെഴുതി ഇന്ത്യൻ നടി അനസൂയ സെൻ ഗുപ്തയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം. അവാർഡ് ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി നാളെ തീരം തൊടും. കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ നഷ്ടപരിഹാര വിഷയത്തിൽ സാവകാശം തേടി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ്. കുടുംബത്തിന് ഇമെയിൽ സന്ദേശം. നമ്പി രാജേഷ് മരിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ. കൊച്ചി അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അറസ്റ്റിലായത് മുഖ്യ സൂത്രധാരൻ സാബിത്തിന്റെ സുഹൃത്ത് സജിത് ശ്യാം. ഇരുവരും നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്കിംഗ് ഇടപാടുകളെന്ന അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആലുവ റൂറൽ SP. കാഞ്ഞങ്ങാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമുമായി തെളിവെടുപ്പ് പൂർത്തിയായി. സലീം കുട്ടിയുടെ വീട്ടിൽ കയറിയത് മോഷണത്തിനെന്ന് പോലീസ്. 2 മോഷണ കേസുകളിൽ കൂടി സലീമിനെ പ്രതി ചേർത്തു.
3 ദിവസത്തെ സന്ദർശനത്തിനായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ദുബായിലെത്തി. രാവിലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ദുബായ് ഓർമ്മ, ഷാർജ, മാസ് സംഘടനാ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ വിനോദസഞ്ചാരികളുടെ കാർ അപകടത്തിൽപ്പെട്ടു. അപകടം കോട്ടയം കുറുപ്പന്തറയിൽ പുലർച്ചെ. കാറിലുണ്ടായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം മുട്ടുച്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ തീപിടിച്ചു. എറണാകുളത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് പെട്രോളുമായി പോയ ടാങ്കർ ലോറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ചിലന്തിയാറിലെ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തമിഴ്നാടിന്റെ ആശങ്ക പരിഹരിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. അമരാവതി നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാൻ ശ്രമമെന്ന തമിഴ്നാടിന്റെ തെറ്റിദ്ധാരണയെന്നും മന്ത്രി. സിഗ്നൽ ജംഗ്ഷനിലെ കുരുക്ക് പരിശോധിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയപാതയിൽ യാത്ര നടത്തി. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി യാത്ര ചെയ്തത് ഏറ്റവും കൂടുതൽ സിഗ്നലുകൾ കാത്തുകിടക്കേണ്ടി വരുന്ന തൃശൂർ അരൂർ പാതയിൽ. കേരളത്തിലെ സൗരോർജ്ജ വിപണിയിൽ കൂടുതൽ സജീവമാകാൻ അദാനി ഗ്രൂപ്പ്. ഇതിനായി അൽമിയ ഗ്രൂപ്പുമായി അദാനി ഗ്രൂപ്പ് കരാറിലേർപ്പെട്ടു. പാലക്കാട് ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഒമ്മല സ്വദേശി ഫൈസലിനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഫൈസൽ ഓടിച്ച ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീഴുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 98 ഷവർമ കടകളിലാണ് പരിശോധന. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 3 കടകൾ അടച്ചുപൂട്ടി. 23 കടകൾക്ക് നോട്ടീസ്. തൃശൂർ മതിലകത്ത് ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. കൂളിമുട്ടം പൊക്ലായ് ബീച്ചിലാണ് ഉച്ചയ്ക്ക് 1:30 ജഡം കരയ്ക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ ജഡമാണ് കരയ്ക്കടിഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ ചെക്ക് ഡാമിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശി പ്രഭുവാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇയാളെ പാലാ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്യാറ്റിൻകരയിൽ കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. നെയ്യാർ കനാലിൽ 25 അടി താഴ്ചയിലേക്ക് കാർ പതിച്ചെങ്കിലും 5 വയസ്സുകാരി ഉൾപ്പെടെയുള്ള കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നെയ്യാറ്റിൻകര പുന്നക്കാടിന് സമീപമാണ് സംഭവം. കാലവർഷത്തെ നേരിടാൻ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ. സന്നദ്ധ പ്രവർത്തകരടങ്ങുന്നവരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് മഴക്കാല പ്രശ്നങ്ങൾ നേരിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തുകൾ രൂപം നൽകുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജൂൺ 1 പുറപ്പെടും. ഈ മാസം 31 ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും. 3249 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പുറപ്പെടുന്നത്. ഖനനത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന ക്വാറികൾ മരണക്കെണിയാകുന്നു. മഴക്കാലമായതോടെ അപകട ഭീഷണിയും വർദ്ധിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ച് പ്രദേശവാസികൾ. മുക്കം മണാശ്ശേരിയിൽ അനധികൃത മണ്ണിടിക്കൽ കാരണം നാട്ടുകാർക്ക് ദുരിതമുണ്ടായ സംഭവത്തിൽ സ്വമേധ്യാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സ്വകാര്യ വ്യക്തികളുടെ പ്രവർത്തനം മൂലം ഒരു നാടൊന്നാകെയാണ് മഴക്കാലത്ത്
ചളിക്കുളമായത്. ഇടുക്കി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ബസലിക്ക പ്രഖ്യാപനം നടന്നു. 1.25 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ദേവാലയം ഇടുക്കിയിലെ ആദ്യ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നാണ്. പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മാതൃകയായി 10ാം ക്ലാസ്സുകാരി. കോട്ടയം സ്വദേശി ലയ മരിയ ബിജുവിനെ അഭിനന്ദിച്ച് മന്ത്രി VN വാസവനും രംഗത്തെത്തി. വേനൽ മഴ ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടിയെത്തുന്ന ചെമ്മരിയാടുകളുമായി കർഷകർ തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി. ഉപജീവനത്തിനായാണ് തമിഴ്നാട്ടിൽ നിന്ന് കർഷകർ കേരളത്തിലെ പാടശേഖരങ്ങളിലേക്ക് എത്തുന്നത്. വിവാഹ വീട്ടിലെ അടിപിടിയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. സംഭവം കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിൽ. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ LDF ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാളയാർ വനമേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. നടുപ്പതി ആദിവാസി കോളനിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പതിനാലുകാരൻ മുങ്ങി മരിച്ചു. കോഴിക്കോട് ആഴ്ചവട്ടം സ്വദേശി ജയപ്രകാശിന്റെ മകൻ സഞ്ജയ് കൃഷ്ണയാണ് മരണപ്പെട്ടത്. ആഴ്ചവട്ടം ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത് വിളപ്പിൽശാല സ്വദേശി അനന്തുവിന്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പതിനൊന്നുകാരികളായ 2 പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസുകളിൽ റിട്ടയർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥന് 75 വർഷം കഠിന തടവ്. വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ പെൺകുട്ടികളെയാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിനിരയാക്കിയത്. ഓട്ടുറുമ ശല്യത്തെ പ്രതിരോധിക്കാൻ ജൈവ കീടനാശിനിയുമായി കർഷക ശാസ്ത്രജ്ഞൻ KK ജലീൽ. ഈ കീടനാശിനി ഓട്ടുറുമകൾക്ക് നേരെ പ്രയോഗിച്ചാൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ ഇവയെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ജലീൽ പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ്മ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. അതിജീവനത്തിന്റെ മാതൃകയുമായി അട്ടപ്പാടിയിലെ ഒരു കൂട്ടം ആദിവാസി അമ്മമാർ കാർത്തുമ്പി കുടകൾ എന്ന പേരിട്ട് നിർമ്മിച്ച കുടകൾ വിൽക്കാൻ സഹായവുമായി ഇൻഫോ പാർക്കിലെ പ്രോഗ്രസീവ് ടെക്കീസ് പുതിയ പദ്ധതി ആരംഭിക്കുന്നു. സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗിനായി കണ്ണൂർ ജില്ലയിൽ അപേക്ഷിച്ചത് 28 സ്ഥാപനങ്ങൾ. ഗ്രാമീണ മേഖലയിലെ ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ എന്നിവയുടെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന റേറ്റിംഗ് പദ്ധതിയാണിത്. നടി ലൈല ഖാനെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച മുംബൈ സെഷൻസ് കോടതി. നടിയുടെ രണ്ടാം അച്ഛനായിരുന്ന പർവേസ് താക്കിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ലിംഗം അറിയാനായി ഭാര്യയുടെ ഗർഭപാത്രം കീറി പരിശോധിക്കാൻ ശ്രമിച്ച ഭർത്താവിന് ജീവപര്യന്തം തടവ്. ഉത്തർപ്രദേശിലെ ബുദൌനിയിലായിരുന്നു ക്രൂരകൃത്യം നടന്നത്. തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ 84കാരൻ കൊല്ലപ്പെട്ടു. ദേവാലാട്ടി സ്വദേശി പഴനിയാണ്ടിയാണ് കൊല്ലപ്പെട്ടത്.
ഹരിയാനയിലെ അംബാലയിൽ മിനി ട്രക്കും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 7 മരണം, 25 പേർക്ക് പരിക്കേറ്റു. മരിച്ച 7 പേരും ഒരു കുടുംബത്തിൽപ്പെട്ടവരെന്ന് റിപ്പോർട്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകാൻ അമ്മ സമ്മതിക്കാത്തതിനാൽ 10 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി വാതിൽ കർട്ടനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മധ്യപ്രദേശിലായിരുന്നു സംഭവം. ഉത്തർപ്രദേശിൽ വളർത്തുനായയെ ചൊല്ലി ന്യായാധിപനും അയൽക്കാരനും തമ്മിൽ പോര്. നായയെ കാണാതായതിന് പിന്നിൽ അയൽക്കാരനാണെന്ന ഹർദോയിലെ സിവിൽ കോടതി ജഡ്ജിയുടെ പരാതി. സംഭവത്തിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തു. യു കെയിലേക്ക് കുടിയേറിയവരുടെ എണ്ണത്തിൽ ഇന്ത്യ മുന്നിൽ. കഴിഞ്ഞ വർഷം 2,50,000 ഇന്ത്യക്കാരാണ് യു കെ വിസ സ്വന്തമാക്കിയത്. 2022 അപേക്ഷിച്ച് 2023 യു കെയിലേക്കുള്ള നെറ്റ് ഇമിഗ്രേഷൻ 10% കുറഞ്ഞു. കളിക്കുന്നതിനിടെ ഫ്ളാറ്റിലെ കോമ്പൗണ്ടിലുള്ള വിളക്ക് തൂണിൽ നിന്ന് ഷോക്കേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. മുംബൈ വസായിലാണ് ദാരുണ സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചെന്ന മുൻ ഭാര്യയുടെ പരാതിയിൽ മുൻ DGP അറസ്റ്റിൽ. തമിഴ്നാട്ടിലാണ് സംഭവം. മുൻ സ്പെഷ്യൽ DGP രാജേഷ് ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം കൗൺസിലിൽ സൗദി അറേബ്യ അംഗത്വം നേടി. ജർമ്മൻ നഗരമായ ലിപ്സിഗിൽ നടന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറത്തിനോടനുബന്ധിച്ചാണ് അംഗത്വം നൽകിയത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന് അന്ത്യശാസനം. ഗാസയിലെ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് രാജ്യാന്തര കോടതിയുടെ ഉത്തരവ്. വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഡയറക്ടർ യൂറോപ്പിലേക്ക് തിരിക്കും. മൊസാദ് മേധാവി, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനാണ് യാത്രയെന്ന് റിപ്പോർട്ട്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.